ഈ പറഞ്ഞ സത്യം പറഞ്ഞ ഓസ്കാർ തരേണ്ടത് പാസ്റ്റർമാർക്കാണ്. കാര്യം അതുപോലുള്ള അഭിനയമാണ് നമ്മൾ അഭിനയിക്കുന്നത്, അല്ലേ? ആരും കണ്ടുപിടിക്കത്തോലുമില്ല. അതുപോലെ വി നോ ഹൗ ടു ആക്ട്. ഈ ദിവസങ്ങളൊക്കെ ആത്മീയ പോരാട്ടം, വൈ ഡു വി എക്സിസ്റ്റ് ആസ് എ ചേർച്ച്, എല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളെല്ലാം കേട്ടിങ്ങനെ പക്ഷേ ചിലപ്പം വി മേ ഹാവ് ടു കം ടു ദ ബേസിക്സ്. ഇപ്പം നേരത്തെ നമ്മൾ കേട്ടല്ലോ, വീണ്ടും ജനിച്ചയാണോ? അത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഒരു വലിയൊരു കുഴപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ആൾക്കാർ ഒത്തിരി വരും, വളരെ ആവേശത്തിൽ അവർ വന്ന് പാട്ട് പാടും, വളരെ ആവേശത്തിൽ അവർ ഉത്സാഹത്തോടെ നിൽക്കും. പക്ഷേ ഫൗണ്ടേഷണൽ ടീച്ചിങ്സ് അല്ലെങ്കിൽ ബേസിക് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പഥ്യോപദേശം എന്ന് പറഞ്ഞ സൗണ്ട് ഡോക്ട്രിൻ, ഇതിലൊക്കെ കുറവുണ്ട്. ഈ ചർച്ച കഴിയുന്നിടത്തോളം വചനം ഒത്തിരി പഠിപ്പിക്കുന്നത്, എങ്കിൽ പോലും സ്റ്റിൽ സം പീപ്പിൾ ആർ ലാക്കിങ്. കാരണം നിങ്ങളുടെ പലരുടെയും ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് വ്യത്യസ്തമാണ്. ചിലരെങ്കിലും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കാം, ചിലരെങ്കിലും അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വരുന്നവരായിരിക്കും, മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരുടെയുണ്ട്. അതേപോലെ തന്നെ പെന്തക്കോസ്ത്, എന്നെപ്പോലെ കറതീർന്ന പെന്തക്കോസ്തുകാർ ഇവിടെയുണ്ട്. ഞങ്ങൾ ഇതുപോലെ സഭാഹവും കൂടി സാക്ഷി പറഞ്ഞിരുന്ന ആ പാരമ്പര്യമുള്ള ഞങ്ങളുണ്ട്. ഓക്കെ, ഓർത്തഡോക്സിൽ നിന്ന് വന്നവർ കാണും, മർത്തോമയിൽ നിന്ന് വന്നവർ കാണും, CSI നിന്ന് വന്നവർ കാണും, ബ്രദറിനിൽ നിന്ന് വന്നവരുണ്ട്. തീർച്ചയായിട്ടും കാത്തലിക്സ് ഇഷ്ടം പോലെയുള്ള ആൾക്കാരിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് വേറെയാണ്. താങ്ക് ഗോഡ് ഫോർ ഓൾ ദ സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ്, എല്ലാത്തിനായിട്ടും സ്തോത്രം. പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിനെ പോലെ ആവണം, അല്ലേ? അവൻ്റെ വചനം നമ്മൾ പൂർണ്ണമായിട്ടും അനുസരിക്കണം. അവൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ആ ആത്മാവിൻ്റെ വരങ്ങളും കൃപകളും എല്ലാം നമ്മൾ പ്രാപിച്ച് ആ വരങ്ങളെ കൊണ്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യണം, അല്ലേ? വി മിനിസ്റ്റർ unto the Lord, we minister to one another. At the same time we have a ministry outside. ഒരു ലോസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ കൂട്ടം, നഷ്ടപ്പെട്ടവരെന്നൊരു വലിയ കൂട്ടം സഭയ്ക്ക് പുറത്തുണ്ട്. അവരിലേക്ക് ഈ യേശുവിൻ്റെ സ്നേഹം നമ്മൾ കൊണ്ടുചെല്ലുന്നില്ല എങ്കിൽ വി സീസ് ടു ബി ദ ചർച്ച് ഓഫ് ജീസസ്. അവിടെയാണ് ഇന്നത്തെ പ്രശ്നം. 4 ചുവരുകൾക്കുള്ളിൽ മാത്രമുള്ള ശുശ്രൂഷകളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. ഈ ചുവരിൻ്റെ പുറത്തേക്കൊരു ശുശ്രൂഷ ഇല്ല എന്ന പോലെയാണ് ഇന്ന് സഭകളുടെ അവസ്ഥ. അതാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഞാൻ കിടന്ന് ബഹളം വയ്ക്കുന്നത്. ഇങ്ങനെ 4 ചുവരിനകത്ത് കൊട്ടിപ്പാടി ആരാധിച്ചിരുന്നാൽ പോരാ, പുറത്തേക്ക് പോകണം. അതിനായിട്ട് ആണ് ഈ സഭയെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ബേസിക്സ് ചിലത് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് അല്പം ഒരു ബേസിക്സിലേക്ക് ഞാൻ വരികയാണ്. ദ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഓഫ് സിൻ ഫോർഗിവൺ. പാപം ക്ഷമിച്ച് കിട്ടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നൊരു ഭാഗ്യ അവസ്ഥ. പാപം ക്ഷമിച്ച് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആശ്വാസം, നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം, അതൊന്ന് അനുഭവിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. 1-ാം സങ്കീർത്തനം നമുക്കറിയാം. 1-ാം സങ്കീർത്തനം 1-2 വാക്യം എന്താ? എല്ലാവർക്കും കാണാപ്പാടുക. എന്താണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. ഈ സത്യം പറഞ്ഞാൽ ഇപ്പം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്നുള്ള 1-ാം വാക്യം തീരുന്നതിന് മുമ്പ് നിങ്ങൾ സ്ഥിരം ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് എടുത്തിട്ട് ഉള്ള പരിഹാസം മുഴുവൻ കണ്ട് അതിന് ലൈക്ക് അടിച്ച് അത് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് പരിഹാസികളെ കാണണമെങ്കിൽ എവിടെ പോകണം? സോഷ്യൽ മീഡിയയിൽ പോയാൽ മതി. ഇഷ്ടം പോലെ പരിഹാസികളുണ്ട്. അവർ നിരന്തരം പരിഹസിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ചെന്ന് ഇരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ സൈറ്റിലോട്ട് കയറി അത് മുഴുവൻ കേട്ട് അത് മുഴുവൻ വായിച്ച് അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾ അവിടെ ചെന്ന് ഇരുന്ന് പാവകളുടെ വഴിയിൽ നിന്ന് ദുഷ്ടന്മാരുടെ ആലോചന കേട്ട്. ഇനി 2-ാം വാക്യം, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ഇന്ന് ഞാൻ ആലോചിച്ച് നോക്കട്ടെ, ഈ വചനം വായിച്ച് സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? അതേസമയത്ത് യൂട്യൂബ് നമുക്ക് എന്തുമാത്രം സന്തോഷം തരുന്നു. ഫേസ്ബുക്ക് ആണെങ്കിലോ സന്തോഷം, അതങ്ങോട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. പിള്ളേർക്കാണെങ്കിൽ പിന്നെ ഇൻസ്റ്റാ, സ്നാപ്ചാറ്റ്, എന്തൊക്കെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ലോകം സന്തോഷം കാണുന്നത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളിലേക്കാണ്. നമ്മളും ഒട്ടും മോശമല്ല പ്രിയപ്പെട്ടവരെ.
മടങ്ങി വരാം നമുക്ക് വചനത്തിലേക്ക്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ നമ്മൾ ധ്യാനിക്കുന്നത് എന്താ? രാത്രി കിടന്നുറങ്ങുമ്പോഴും എൻ്റെ തലണയ്ക്കടുത്ത് തന്നെ എന്തുണ്ട്? ബൈബിളല്ല, എൻ്റെ ഫോൺ അടുത്ത് തന്നെ ഉണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും രാത്രി എഴുന്നേൽക്കുമ്പോഴും തപ്പി നോക്കുന്നത് ഉണ്ടോയെന്ന്. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം നോക്കുന്നത് രാത്രി കർത്താവ് വലിയ SMS വല്ല അയച്ചോ എന്നാണ്. ഒരിക്കൽ ഞാനും ഒരു പാസ്റ്ററും കൂടെ ഗുജറാത്തിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർക്ക് ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട്. പുള്ളി എപ്പോഴും ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വാട്സാപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റേജിൽ ഇരിക്കുമ്പോഴും പുള്ളി നോക്കും. അപ്പം ഞാൻ എനിക്ക് ചോദിച്ചു, എന്തോ കർത്താവ് വല്ലോ വാട്സാപ്പ് വല്ലോ അയക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി പറയാം, സാംചാൻ അത് പറഞ്ഞ ശേഷം ഞാനിപ്പോൾ ഒന്നുമില്ലല്ലോ മീറ്റിങ്ങിന് വരുമ്പോഴെങ്കിലും ഓഫ് ചെയ്ത് വയ്ക്കും. കാര്യം ഇനി കർത്താവ് ഇതിനിടയ്ക്ക് വല്ലോ വാട്സാപ്പ് അയച്ചെങ്കിലോ അത് മിസ് ചെയ്യരുതല്ലോ, അല്ലേ? കർത്താവ് വാട്സാപ്പിൽ കൂടെ അയക്കത്തില്ല, പേടിക്കേണ്ട. കർത്താവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നാമത് ഇതിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഇതിലുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് ഓർപ്പിച്ച് തരും, അത്രയേ ഉള്ളൂ. അതിന് വാട്സാപ്പിൻ്റെ ഒന്നും ആവശ്യം കർത്താവിന് ഇല്ല. കാരണം വാട്സാപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പും കർത്താവുണ്ട്, കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. അപ്പം യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ധ്യാനിക്കുകയും രസിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. അപ്പം സം 1 ദ ബ്ലെസ്സഡ്നെസ് നമ്മൾ കണ്ടു. പക്ഷെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ കയറി പാവികളുടെ വഴിയിൽ നിന്നു, പരിഹാസികൾ ഇരിപ്പിടത്ത് ഇരുന്നു, തുഷ്ടൻ്റെ ആലോചന കേട്ടു, ഞാൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പാപം ചെയ്തെന്ന അർത്ഥം. പക്ഷേ സങ്കീർത്തനം 32 വന്നേ, സാം 32, അതിൽ നിന്നിട്ട് വാക്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. സാം 32 1 and 2, 32-ാം സങ്കീർത്തനം 1ഉം 2ഉം വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ കാര്യം, ബ്ലെസ്സഡ് ഈസ് ഹി ഹൂസ് ട്രാൻസ്ഗ്രഷൻ ഈസ് ഫൊർഗിവൻ, ഹൂസ് സിൻ ഈസ് കവേർഡ്. ബ്ലെസ്സഡ് ഈസ് ദ മാൻ ടു ഹൂം ദ ലോർഡ് ഡസ് നോട്ട് ഇംപ്യൂട്ട് ഇനിക്വിറ്റി ആൻഡ് ഇൻ ഹൂസ് സ്പിരിറ്റ് ദർ ഇസ് നോ ഡിസീറ്റ്. ഇതാണ് വാക്യം. ഒന്നാമത് ലംഘനം ക്ഷമിച്ച് കിട്ടണം. ലംഘനം ക്ഷമിച്ച് കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ലംഘനം എന്ന് പറയുന്നത്. അടുത്തത് ലംഘനം എന്തെന്ന് പറഞ്ഞാൽ അടുത്തത് ഒരു കാര്യം, പാപം മറച്ച് കിട്ടണം. അപ്പം ലംഘനം കഴിഞ്ഞു പാപമായി. അടുത്തത് എന്താണ്? അകൃത്യം കണക്കിടാതെയും. അപ്പം അകൃത്യം കർത്താവ് കണക്കിടരുത്. അടുത്തത് ആത്മാവിൽ കപടത പാടില്ല, കാപട്യം പാടില്ല. അപ്പം ഇവിടെയാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു എന്താണ് ഭാഗ്യാവസ്ഥയെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലൊരിക്കലൊരു പ്രവാചകൻ വന്ന് തൈലക്കൊമ്പെടുത്ത് തൈലാഭിഷേകം തൻ്റെ തലയിൽ ചെയ്തു, അല്ലേ? അഭിഷേകം പ്രാപിച്ചവനാ, അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലം തലയിൽ വീണവനാ. താനൊരിക്കൽ ആട്ടിടയനായിരുന്ന കാലത്ത് ഒരിക്കലൊരു സിംഹം, ഒരിക്കലൊരു കരടി, ഇത് രണ്ടിനെയും പിടിച്ച് എന്ത് ചെയ്തു? അതിൻ്റെ വായിൽ നിന്ന് തൻ്റെ കുഞ്ഞാടിനെ മോട്ടിച്ചുകൊണ്ട് പോയപ്പം അതിനെ വലിച്ച് കീറി കുഞ്ഞാടിനെ വിടുവിച്ചു. ഞാനിന്ന് രാവിലെ ചോദിക്കുകയായിരുന്നു, നിങ്ങൾ ആ കൂടി വലിച്ച് കീറിയിട്ടുള്ള എന്തുവാ? നിങ്ങൾ ബ്രോയിലർ ചിക്കൻ അത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങളുടെ കീറലൊക്കെ, അല്ലേ? ആ ബ്രോയിലർ ചിക്കനെ അതിനെ കൊന്ന് അതിൻ്റെ പൂടെയൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി ഐസാക്കി ഈ പറഞ്ഞ പോലെ ബംഗാളിയോ തമിഴിനോ നിങ്ങളുടെ കൈ തന്നപ്പോൾ നിങ്ങൾ വലിച്ചും കീറി, 2 കാലും കൂടെ 2 കീറി. നമ്മൾ മാക്സിമം കീറിയിട്ടുള്ളത് ഒരു ബ്രോയിലർ ചിക്കനാണ്. പക്ഷേ ദാവീദ് വലിച്ചു കീറിയത് ബ്രോയിലർ ചിക്കനല്ല. ആരെയാണ് വലിച്ചു കീറിയത്? സിംഹത്തെ, ജീവനുള്ള ലൈവ്, അല്ലേ? അതിനെ വലിച്ചു കീറി എൻ്റെ വായിൽ നിന്ന് തൻ്റെ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. അത്രയ്ക്കൊരു പരാക്രമശാലിയായിരുന്നു. നല്ല പാട്ടുകാരനായിരുന്നു, ഗിറ്റാറിസ്റ്റായിരുന്നു, കാണാൻ സുന്നേത്രനായിരുന്നു, അല്ലേ? പക്ഷേ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള അഭിഷേക തൈലം വീണ ഈ മനുഷ്യൻ തനിക്ക് തൻ്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളുണ്ടായി. അത് വേറൊന്നുമല്ല, സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ചില കാര്യങ്ങൾ. 1 ശമൂവേൽ 27-ാം അധ്യായം, 29-ാം അധ്യായം, 30-ാം അധ്യായം വായിക്കണ്ട. ആ 3 അധ്യായങ്ങളെടുത്തൊക്കെ നോക്കിയാൽ താൻ ഓടിയ ഓട്ടം ചില്ലറയല്ല. ഒടുവിൽ 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ ഒരിക്കലൊരു ദൈവപുരുഷനെ ദൈവം കൊട്ടാരത്തിലേക്ക് നേരിട്ടങ്ങ് അയച്ചു. ഒരു പ്രവാചകനായിരുന്നു.
അല്ലേ? അയാൾ വന്നിട്ട് മുഖത്ത് നോക്കി, ഇന്നത്തെ ഒരു പ്രവാചകനും ഈ പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയാത്ത കാര്യം അങ്ങ് മുഖത്ത് നോക്കി പറഞ്ഞു, അല്ലേ? എന്താണ് വന്ന് പറഞ്ഞത്? ഒരിക്കൽ ഒരു മനുഷ്യന് ഒരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. അയാൾ ഈ ആട്ടുകുട്ടിയെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് വെച്ചിരുന്നു. തൊട്ടപ്പുറത്തൊരാൾക്ക് ഇഷ്ടംപോലെ ആടുമാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നപ്പം അതിലൊന്നിനെ എടുത്ത് കറി വെച്ച് കൊടുക്കാതെ ഇവിടെ വന്ന് ഈ മനുഷ്യൻ്റെ ഒറ്റ പൊന്നുപോലെ നോക്കുന്ന അതിനെ എടുത്ത് എന്ത് ചെയ്തു? കറി വെച്ച് കൊടുത്തു. പെട്ടെന്ന് ദാവീദിനങ്ങോട്ട് എന്താണ് രോഷം വന്നിട്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ്, ആരവിടെ? ഇതാരായി ചെയ്തത്? ആരെന്ന് പറ, ഇപ്പം ശരിയാക്കി തരാം. പ്രവാചകൻ എന്താ പറഞ്ഞേ? ആ മനുഷ്യൻ ഇന്ന് വരെയെങ്കിലും ഒരു പ്രവാചകൻ നമ്മുടെ മുഖത്ത് ചൂണ്ടിയിട്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വി ആർ യെറ്റ് ടു ഹിയർ എ പ്രോഫറ്റ് സെയിങ് ദാറ്റ്. ഇന്ന് പ്രവാചകനൊക്കെ ഒന്ന് പറയുന്നത് എന്താ? മകളെ, നീ അടുത്ത ലെവലിലേക്ക് കയറാൻ പോകുന്നു. ഇപ്പം സ്റ്റാഫ് നേഴ്സല്ലേ? ഇനി എൻ്റെ മുകളിലത്തെ നേഴ്സ് എന്താണ്? നിന്നിൽ ഞാനൊരു വീണ ജോർജിനെ കാണുന്നു. ഇതൊക്കെയാണെന്ന് വലിയ പ്രവചനം അല്ലേ? എല്ലാം ഈ അടുത്ത ലെവൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കുന്നതാണ് ഇന്നത്തെ പ്രവചനം. പക്ഷേ ഈ പ്രവാചകൻ വന്ന് ദാവീദേ നീ അടുത്ത ലെവലിലേക്ക് പോകുന്നു. അല്ല, ആ മനുഷ്യൻ നീ തന്നെ. അതാണ് ശരിയായ പ്രവചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖത്ത് നോക്കി ഒരു പാപത്തെ കൺഫ്രണ്ട് ചെയ്യുക, ഒരു പാപിയുടെ മുഖത്ത് നോക്കി അവൻ്റെ പാപത്തെ കൺഫ്രണ്ട് ചെയ്യുന്ന പ്രവചനങ്ങൾ ഇന്ന് ഇല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖത്ത് നോക്കി പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ദാവീദ് ആ രണ്ടവസ്ഥയിൽ കൂടെ കടന്നുപോയി, അല്ലേ? അപ്പോഴവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ആദ്യത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ലംഘനമെന്ന് പറഞ്ഞാൽ അതിന് സിമ്പിൾ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ക്രോസിങ് ദ ലൈൻ. ഒരു അതിര് വരമ്പ് വെച്ചിട്ടുണ്ട്, അത് ക്രോസ് ചെയ്യരുത്. അത് ക്രോസ് ചെയ്താൽ നിങ്ങൾ ലംഘിച്ചു, അത്രയേ ഉള്ളൂ. സിമ്പിൾ. നിങ്ങൾ പട്ടം വഴി വണ്ടി ഓടിച്ചു വന്ന് എത്ര പേരുണ്ട്? ആരുമില്ലേ? നിങ്ങളത് ദൈവമേ, ഒരാളെ ഉള്ള പട്ടം വഴി വന്ന് നിങ്ങൾ പേടിക്കുന്നത് എന്താ? ശരി, ഉള്ളൂർ വഴി വന്നവർ, മെഡിക്കൽ കോളേജ് വഴി, പേരൂർക്കട, ട്രാഫിക് സിഗ്നൽ കടന്നല്ലേ വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, വേറെ ഒന്ന് ഫൈൻ അടിക്കാനൊന്നും അല്ല. നിങ്ങൾ വരുന്ന വഴിക്ക് പച്ചയായിരുന്നു, നിങ്ങൾ ഓടിച്ചു വന്നു, അവിടെ എത്തി പെട്ടെന്ന് ആ പച്ച മാറി ആംബർ, അത് കത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ് വരുന്നു നിങ്ങൾ കണ്ടു. പക്ഷേ നിങ്ങൾ ഒറ്റ ചവിട്ട് യേശുവിൻ്റെ നാമത്തിൽ, കാരണം ഇവിടെ 10:30 എത്തണം, നിങ്ങളിങ്ങ് എത്തി. പക്ഷെ നിങ്ങൾ അവിടെ എന്താ ചെയ്തതെന്നറിയാം? റെഡ് ലൈറ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമം ലംഘിച്ചു. അവിടെ ട്രാഫിക് സിഗ്നൽ വെച്ചിരിക്കുന്നത് PWD ഒന്നും അല്ല, അത് കേരള പോലീസാണ്, അല്ലെങ്കിൽ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് മേൽ അധികാരമുള്ള ആഭ്യന്തര വകുപ്പുണ്ട്, അതിൻ്റെ മേൽ ചുമതലയുള്ള മുഖ്യമന്ത്രിയുണ്ട്. ഇതിൻ്റെയൊക്കെ ചുമതല കേന്ദ്രത്തിലുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ കീഴിൽ വരും ഒരർത്ഥത്തിൽ ഇതെല്ലാം, അല്ലേ? അപ്പം ദൈവം നിങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു അധികാരത്തെ, അല്ലെങ്കിൽ ആ അധികാരം വെച്ചിരുന്ന ഒരു നിയമത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ലംഘിച്ചു. ഒരു ട്രാഫിക് ലൈറ്റ് കട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ഈ ഭൂമിയിലുള്ള എന്ത് ഒരു ലംഘിക്കരുതാത്ത ഒരു കാര്യം ലംഘിച്ചാൽ അതിനാണ് ബൈബിൾ പറയുന്നത് എന്താണ്? ലംഘനം. ദൈവം ഈ വചനത്തിലൂടെ ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. ഹി ഹാസ് പുട്ട് സം ബൗണ്ടറീസ്, ശരിയല്ലേ? അത് ലംഘിച്ചാൽ, ഇപ്പം നേരത്തെ പറഞ്ഞു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പക്ഷെ ഞാനത് നടന്നാൽ എൻ്റെ അർത്ഥം ലംഘിച്ചു. പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കരുത്, പരിഹാസികളുടെ സൈറ്റിൽ ബ്രൗസ് ചെയ്യരുതെന്നാണ് ഇന്നത്തെ ഭാഷ. ഇന്നത്തെ ബൈബിളായിരുന്നു അങ്ങനെ എഴുതിയത്. അന്ന് പിന്നെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. എന്താണ്? പരിഹാസികളുടെ സൈറ്റുകളിൽ. ആലോചിച്ച് നോക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അവിടെ നേരെ ചെന്ന് എടുത്തിട്ട് എന്തായി ബ്രൗസ് ചെയ്യുന്നത്? പരിഹാസികളുടെ അല്ലേ ഒരർത്ഥത്തിൽ പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയായി പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്പം നിങ്ങൾ കേൾക്കൂ, ഇയാൾ നല്ലൊരു മനുഷ്യൻ, ഫോൺ തൊടത്തില്ല. അയ്യോ, ഇത് കഴിഞ്ഞോണ്ട് ഞാനും പോയി ചെയ്യുന്നതാ അല്ലേ? ഞാൻ ഉള്ളത് തുറന്നു പറയാ പ്രിയപ്പെട്ടു. നമ്മൾ അതെല്ലാം ലംഘിച്ചിട്ടാണ്. അപ്പം ആദ്യത്തെ നമ്മൾ ലംഘിച്ചു കഴിഞ്ഞു. അടുത്തത് പാപം. അടുത്തെന്താണ്? പാപം മറച്ചു കിട്ടുക. നല്ലോണം ഓർക്കണമേ, പാപത്തെ നമ്മൾ പാപം ചെയ്തിട്ട് നമ്മൾ മറക്കരുത്. ആദാം ഹവ്വയും പാപം ചെയ്തു. അവരാദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവം വരാൻ സമയമായെന്ന് കണ്ടപ്പോഴത്തേക്കും
അയ്യോ ഇതെന്ത് ഇവിടെ തുണിയില്ല, നിനക്കുമില്ല, അയ്യോ. രണ്ടും കൂടെ ഓടി. എവിടെ പോയി? അത്തിയില, അതാണ് വലിയ ഇല. അതിങ്ങോട്ട് കൊണ്ട് പെട്ടെന്ന് ഇറുക്കലും കൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്തത്? കൊള്ളാമോ? ഇങ്ങനെയുണ്ട്, കൊള്ളാമോ ഇത് ഇത്തിരി ഇപ്പം കൊള്ളാം, ശരി ശരി. പാപം ചെയ്തിട്ട് ഒന്നും അറിയാത്തവരെ അവർ തന്നെ അങ്ങ് മറച്ചിട്ട് അങ്ങനെ നിന്നപ്പോഴത്തേക്കും, ഇപ്പോഴത്തെ ചൂടല്ലേ, ഉച്ച കഴിച്ച് വെയിൽ തിന്നപ്പോഴത്തേക്ക് ഇലയെല്ലാം കൂടെ കുറേ കഴിഞ്ഞ് വൈകുന്നേരം ദൈവം ഇങ്ങോട്ട് ഇറങ്ങി നടക്കാൻ വന്നപ്പോഴത്തേക്കും ഇലയെല്ലാം കൂടെ അവസാനം താണ്ടെ മരത്തിൻ്റെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തിയേ? അല്ല, ഞങ്ങൾ ഒളിച്ചിരിക്കുക. എന്ത് പറ്റി? ചെയ്തതെന്ന് പറഞ്ഞാൽ ചെയ്തോ? ലംഘിച്ചോ? അതെ. ഇപ്പം എന്താ ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ മറച്ചിരിക്കുക. പാപം ചെയ്താൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ തന്നെ മറയ്ക്കും. ശരിയല്ലേ? ഇന്ന് പാപം ചെയ്തിട്ട് പാപം ചെയ്തു എന്ന് നമ്മൾ എത്ര പേര് പറയും? ഞാൻ മാത്രമല്ല, നിങ്ങളും ചൂടായി. എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. മനുഷ്യരായ ബലഹീനതകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തുവാ? മറയ്ക്കുക. പക്ഷെ ദൈവം നോക്കിയപ്പം കഷ്ടം, അത്തിയില കൊണ്ടാണ് മറയ്ക്കുന്നത്. നേരെ പോയി ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുരിഞ്ഞ് ഒരു ആടയുണ്ടാക്കി ഒടുപ്പിച്ചു. അതിൻ്റെ അർത്ഥം അപ്പോഴാണ് കവേർഡായത്. നമ്മുടെ പാപം കവർ ചെയ്യാൻ നമ്മുടെ ഒരു പരിപാടിയും കൊണ്ട് പറ്റത്തില്ല. ഈ നമ്മുടെ പാപം മറച്ചു തരാൻ എൻ്റെ ദൈവത്തിനെ കഴിയൂ. അതെങ്ങനെ അവൻ മറയ്ക്കുന്നു വെച്ചാൽ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന ആ രക്തം കൊണ്ടാണ് കവർ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങൾ കവർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ആ രക്തം അവൈലബിളാണ്. ദാറ്റ് ബ്ലഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. ഓക്കെ, നമ്മളെ കവർ ചെയ്യുന്ന രക്തം. അപ്പം അടുത്തത് അതാണ് ദ സാക്രിഫിഷ്യൽ ബ്ലഡ് കവറിങ് സിൻ എന്ന് പറയുന്നത്. അടുത്തത് അകൃത്യം കണക്കിടാതെ. ഈ അകൃത്യം കണക്കിടാതെന്ന് വെച്ചാൽ ഡസ് നോട്ട് ഇംപ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ടേമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കൗണ്ട് അഗൻസ്റ്റ് എ പേഴ്സൺ. കണക്കിടുന്നില്ല, അത് എഴുതി തള്ളി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ കണക്കിടുന്നില്ല. ഞാനൊരു ലോൺ എടുത്തിരുന്നു. ആ ലോണ് പറഞ്ഞ സമയത്തൊന്നും എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പലിശ കൂടി, പലിശയും കൂട്ടുപലിശയും മറ്റേ പലിശയും എല്ലാം കൂടെ കൂടി ഇങ്ങനെ തുക വലുതായി പോകുന്നു. അത് കാണുമ്പോൾ എനിക്ക് വെപ്രാളം. അയ്യോ, ഇതെങ്ങനെ എന്ന് കൊടുത്ത് തീരും ഞാൻ. ഒരു ദിവസം തുറന്നു നോക്കിയപ്പം 0 ഒന്നുമില്ല. എന്ത് പറ്റി? അത് കണക്കിടുന്നില്ല, അത് റൈറ്റ് ഓഫ് ചെയ്തു. ഇതുപോലെയാണ് നമ്മുടെ പാപങ്ങൾ. എത്ര കടും ചുവപ്പായിരുന്നതും ഈ പറഞ്ഞ യേശുവിൻ്റെ രക്തം എന്നെ കവർ ചെയ്തപ്പോൾ എന്തു പറ്റി? ഹിയർ ആഫ്റ്റർ ഹി ഡസ് നോട്ട് ഇംപ്യൂട്ട്, അല്ലേ? ഇനി അകൃത്യം കണക്കിടുന്നില്ല. അടുത്തത് ആൻഡ് ഇൻ ഹൂ സ്പിരിറ്റ് ദർ ഇസ് നോ ഡിസീറ്റ്. എന്താണ്? ആത്മാവിൽ. ഈ ആത്മാവിൽ കപടമില്ല എന്ന് പറയുമ്പം അതിന് ഇത്രയേ ഉള്ളൂ. ഈ ദാവീദിൻ്റെ കാര്യം, താൻ വലിയ സങ്കീർത്തനക്കാരനാണ്, തൻ്റെ വലിയ ഗായകനാണ്, ഈ അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, അഭിഷേകതൈലം വീണവനാണ്, വലിയ യുദ്ധങ്ങളെ ജയിച്ചവനാണ്, ഒക്കെ ശരി, രാജാവാണ്. പക്ഷേ അവിടെ ഇപ്പം പെരുമാറുമ്പം ഹീസ് ആക്ച്വലി എ ഡബിൾ ലൈഫാണ് ജീവിക്കുന്നത്. എന്താ? ഒന്നും അറിയാത്ത പോലെയാണ് വീട്ടിൽ പെരുമാറുന്നത്, കൊട്ടാരത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നു, ഒന്നും അറിയാത്ത പോലെ. പക്ഷെ താൻ ചെയ്തിരിക്കുന്ന 2 പാപം, 10 കൽപ്പനയിൽ തന്നെ പെട്ട പ്രധാനപ്പെട്ട 2 എണ്ണം. 1 വ്യഭിചാരം, 2 കൊലപാതകം. ഇത് 2 ചെയ്തിട്ടും ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും എന്നും പറഞ്ഞുകൊണ്ട് കൈയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഒരു നാഥാൻ വന്ന് കൈ ചൂണ്ടുന്നത് വരെ. അതിൻ്റെ അർത്ഥം വാട്ട് വാസ് ഹി ഡൂയിങ്? ഹി വാസ് ലിവിങ് എ ഡബിൾ ലൈഫ്. ഇരട്ട മോഹം എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ ഒരു അവസ്ഥ, നമുക്കും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഞാൻ ചിലപ്പം പറയാറുണ്ട്, അഭിനയത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് മോഹൻലാലിന് അല്ല. ആർക്കാണ്? ദേണ്ട ഇവിടെ ഇരിക്കുന്ന മോഹൻലാൽമാർക്കെല്ലാം കൊടുക്കണം. പ്രാവശ്യം അവാർഡ് കിട്ടിയ നടിയുടെ പേരുമല്ല അറിയാമോ? എനിക്കറിയത്തില്ല. നിങ്ങൾക്കാണ് തരേണ്ടത്. ഈ പറഞ്ഞ സത്യം പറഞ്ഞ ഓസ്കാർ തരേണ്ടത് പാസ്റ്റർമാർക്കാണ്. കാര്യം അതുപോലുള്ള അഭിനയമാണ് നമ്മൾ അഭിനയിക്കുന്നത്, അല്ലേ? ആരും കണ്ടുപിടിക്കത്തോലുമില്ല. അതുപോലെ വി നോ ഹൗ ടു ആക്ട്. പക്ഷേ
ഞാൻ ഈ പറഞ്ഞ പോലെ ദൈവസഭയിൽ വരുമ്പോൾ ഒരു മാസ്ക് ഇട്ടുകൊണ്ട് വന്ന് നിങ്ങളെല്ലാം കളിപ്പിക്കാം. പക്ഷേ എൻ്റെ ദൈവം നോക്കുമ്പം അവനെ ഞാൻ ഈ പറയുന്നതും കാണിക്കുന്നതും ഒന്നുമല്ല അവൻ കാണുന്നത്. എൻ്റെ ഹൃദയത്തെയും എൻ്റെ അന്തരേന്ദ്രിയങ്ങളെയും എല്ലാം ശോധന ചെയ്ത് അവൻ്റെ കണ്ണിന് മറവായി ഒന്നും ഇരിക്കുന്നില്ല. അങ്ങനെയുള്ള തീജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മളെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചു, ഇല്ല നമുക്ക് അന്യോന്യം നമ്മൾ കളിപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെയും കളിപ്പിക്കാമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മളത് ഏറ്റെടുത്തോണം. ദൈവത്തെ കളിപ്പിക്കുന്നത് നിർത്താം പ്രിയപ്പെട്ടവരെ. കാരണം ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല, സിമ്പിൾ അല്ലേ? ദൈവസഭയിലും വന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ എന്തോ നേരത്തെ പാട്ട് കേട്ടപ്പോൾ ഞാൻ പോലും കരഞ്ഞുപോയി. കണ്ണനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ. അയ്യോ, അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്ന കണ്ടു. ഇനി പറ, കാന്തനെയാണോ കാണാൻ ആർത്തി? ഏത് കാന്തൻ? ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരാധനകളിൽ പോലും എന്തുമാത്രം അഭിനയം, ഈവൻ നമ്മുടെ പ്രസംഗങ്ങളിൽ പോലും എന്തുമാത്രം അഭിനയം, നമ്മുടെ ശുശ്രൂഷകളിൽ പോലും എന്തുമാത്രം അഭിനയം, നമ്മുടെ വീടുകളിൽ എന്തുമാത്രം നമ്മൾ അഭിനയിക്കുന്നു പ്രിയപ്പെട്ടവരെ. സഭയിൽ വരുമ്പോൾ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ, ഇനി വീട്ടിലോ അല്ലേ, നമ്മുടെ ജോലി സ്ഥലത്തോ എന്തുമാത്രം അഭിനയങ്ങളാണ്. ഡബിൾ സ്റ്റാൻഡേർഡ്, ഡബിൾ ലൈഫ് നിർത്തണം. അതാണ് ആത്മാവിൽ കാപട്യമുണ്ടെങ്കിൽ നമ്മളത് വെളി കാണിക്കും പ്രിയപ്പെട്ടവരെ. പക്ഷേ അത് കാപട്യം ഇല്ലെങ്കിൽ അതൊരു ഭയങ്കര സ്ട്രെസ് ഫ്രീ ലൈഫാണ്. ശരി, അങ്ങനെ ഈ പറഞ്ഞ പോലെ 3-4 വാക്യത്തിലാണ് ഞാനൊരു പാപം ഏറ്റുപറയാതെ, ഞാനിവിടെ പറയാൻ വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കൺഫെഷൻ ആൻഡ് റിപ്പൻറ്റൻസ്. ഏതാണ്? ഏറ്റുപറയുക, അടുത്തത് അനുതപിച്ചു മാനസാന്തരപ്പെടുക. ഇതാണ് വഴി. അപ്പം അത് ചെയ്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ 3-4 വാക്യം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഇതാണ് പ്രശ്നം. നമ്മൾ എങ്ങനെയായിരിക്കുന്നത്? പാപം ചെയ്തിട്ട് മിണ്ടാതെ ഇരിക്കും. ഇന്നലെ ഞങ്ങളിവിടെ പ്രേരണ വന്നപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, മലയാളത്തിൽ ഉള്ള പോലെ പഴഞ്ചൊല്ലും ആ പഴഞ്ചൊല്ലിൻ്റെ ഭംഗിയും മറ്റൊരു ഭാഷയിലും ഇല്ല. ഉണ്ടെങ്കിൽ പറ. ഇരുമ്പൊലക്ക വിഴുങ്ങിയിട്ട് എങ്ങനെയാണ് ഞായറാഴ്ച ഇരിക്കുന്നത്? ചുക്ക് കഷായം കൊടുക്കണം. സ്തോത്രം 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 സ്തോത്രം. എന്തോ വിഴുങ്ങിയിരിക്കുന്നത്? ഈ ഇരുമ്പൊലക്ക ഇങ്ങനെ വിലങ്ങി ഇങ്ങുന്നുണ്ടാ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നത്. പിന്നെ അടുത്തത്, എന്നെ കണ്ട ഞാൻ പറഞ്ഞില്ല കട്ടവരൊക്കെ അതിൻ്റെ ബാക്കി പറഞ്ഞു. എന്നെ കണ്ട ഞാനത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വെൻ ഐ കെപ്റ്റ് സൈലൻറ്റ് മൈ ബോൺസ് ഗ്രൂ ഓൾഡ് എന്നാ. എന്താണ്? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ ഞാൻ നോക്കണേ, ഞാൻ മിണ്ടാതിരിക്കുക. വെൻ പീപ്പിൾ ലുക്ക് അറ്റ് മീ ഐ എം ക്വയറ്റ്, ഐ എം സൈലൻറ്റ്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ഞരക്കമുണ്ട്. പാപം ചെയ്തിട്ട് ഏറ്റുപറയാതിരുന്നാൽ അകത്തൊരു ഞരക്കമുണ്ട്. എത്ര പേര് അത് സമ്മതിക്കുന്നു? ആ ഞരക്കം പുറത്ത് കാണത്തില്ല. ഞാൻ മിണ്ടാതിരിക്കും, പമ്മിയിരിക്കും, പക്ഷെ അകത്ത് ഞരങ്ങുക. ഈ ഞരക്കം എവിടെയെങ്കിലും എന്തൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ അസ്ഥികൾക്ക് പതുക്കെ ഒരു ക്ഷയം. ഇന്നത്തെ ഡോക്ടർമാർ, ഓർത്തോപീഡിക് ഡോക്ടേഴ്സ് പറയും അസ്ഥിക്ക് തേയ്മാനമുണ്ട്. എവിടെയാണ്? മുട്ടിന്, ഇടുപ്പിന്, പിന്നെ എവിടെയൊക്കെ അസ്ഥിയുണ്ടോ അവിടെയെല്ലാം തേയ്മാനം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എത്രയും നാൾ മിണ്ടാതിരിക്കുന്നോ അത്രയും ഓർത്തോപീഡിക് ഡോക്ടേഴ്സിന് ചാകരയാണ്. അവർ പറയും മുട്ട് മാറ്റി വയ്ക്കണം, ആ സർജറി ചെയ്യാം, ഈ സർജറി ചെയ്യാം, അത് വയ്ക്കാം, ഇത് വയ്ക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ലക്ഷങ്ങൾ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊന്നും വേണ്ട. ഞാനൊന്ന് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെട്ടാൽ എൻ്റെ ഈ ഞരക്കം തീരും. ഈ ഞരക്കം തീരുമ്പം എൻ്റെ അസ്ഥികൾക്ക് ബലം വരും. അതിന് ഓസ്റ്റിയോപൊറോസിസ് ആണെന്ന് പറഞ്ഞ് എത്ര കാൽഷ്യം D3 ഗുളിക കഴിച്ചിട്ടെന്ന് കാര്യമില്ല. ഞാനും കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ പറയും അത് പുറമേ ഉള്ള ബോൺസ്. ആയിക്കോട്ടെ. പിന്നെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞത് വേറെ ബോൺസോ. അകത്ത് അസ്ഥികൾക്ക് ക്ഷയം വരുന്നതിനൊരു കാര്യം എൻ്റെ ഉള്ളിലെ ഞരക്കമാണ്. ആ ഞരക്കം ഏറ്റവും കാന്തനെ കാണാനുള്ള ഞരക്കമല്ല. ഏറ്റുപറയാത്ത പാപം, ഉപേക്ഷിക്കാത്ത പാപജീവിതം, ഈ പറഞ്ഞ പോലെ നിരപ്പ് പ്രാപിക്കാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്നെ രോഗിയാക്കുന്നത്.
ഈ കാര്യത്തിൽ നമ്മളെല്ലാം തുല്യ കുറ്റക്കാരാണ് പ്രിയപ്പെട്ടവരെ. Why the church is so sick? Why is the church filled with so much sick people? എന്ന് ചോദിച്ചാൽ ആദ്യം ഇത് പാലിക്കേണ്ടത് സഭയാണ്, നമ്മളാ പ്രിയപ്പെട്ടവരെ. രക്ഷിക്കപ്പെട്ട നമ്മൾ ഈ പറഞ്ഞ പോലെ ദൈവത്തോട് നിരന്നിരുന്നെങ്കിൽ, ദൈവത്തോട് മനുഷ്യരോട് നമ്മൾ നിരന്നിരുന്നെങ്കിൽ, ഈ പറഞ്ഞ നമ്മുടെ ഞരക്കം ഒന്ന് മാറിക്കിട്ടിയേനെ. ഞരക്കം മാറിയിരുന്നെങ്കിൽ തന്നെ എൻ്റെ അസ്ഥികൾക്ക് ബലം വന്നേനെ. ഇനി അടുത്തത് എന്താണ്? അസ്ഥികൾ ക്ഷയിച്ചുപോയി. അടുത്തത് രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതാണ് ഇവിടെ ഓർക്കണേ. God's hand is very helpful when it uplifts. എന്നെ പിടിച്ച് കർത്താവിൻ്റെ കൈ ഉയർത്തുകയാണെങ്കിൽ അത് അനുഗ്രഹമാണ്. അവൻ എന്താണ്? താണിറങ്ങി വന്ന് എന്നെ ഉയരത്തിൽ നിന്നും എന്നെ കൈനീട്ടി എന്നെ കൈപിടിച്ച് ഉയർത്തി. അവൻ എൻ്റെ തല ഉയർത്തുന്ന ദൈവം. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചു, അല്ലേ? അവൻ എൻ്റെ കണ്ണീരൊക്കെ തുടച്ചു. ഇതൊക്കെ കർത്താവിൻ്റെ കൈ ചെയ്യുമ്പം ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് നമ്മളെ ഉയർത്തുന്ന കരം ചിലപ്പോൾ അതേ കരം നമ്മുടെ മേൽ ഭാരമായി വരും. ആമേൻ പറഞ്ഞവരൊക്കെ ശരിക്കും ഓർത്തിട്ടാണോ ആമേൻ പറഞ്ഞത്? ദൈവത്തിൻ്റെ കരം ഒരുവൻ്റെ മേൽ ഭാരമായി വന്നാൽ ദാറ്റ്സ് ആൻ ഓഫുൾ തിങ്. അതൊരു ഭയങ്കര കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ദാവീദിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരമൊന്ന് അവൻ്റെ മേൽ വന്നു. അവന് നേരെ അമാലേക്കർ വരാൻ തുടങ്ങി. അവൻ്റെ നേരെ ഈ പറഞ്ഞ പോലെ വലിയ കഷ്ടങ്ങൾ വന്നു. വീട് വിട്ട് കൊട്ടാരം വിട്ട് ഓടി, ഗുഹകളിലും കാടുകളിലും ദുർഗങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒളിക്കേണ്ടി വന്നു. അവൻ്റെ കൂടെ നിന്ന് എല്ലാവരും തനിക്കെതിരെ തന്നെ ശപിച്ചുകൊണ്ട് കല്ലുവാരി എറിയാൻ തുടങ്ങി. തൻ്റെ കൂടെ ആരുമില്ലാത്ത അവസ്ഥകൾ വന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം പ്രിയപ്പെട്ടവർ, ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ കരം ഒന്ന് ഭാരമായി വരും. പക്ഷെ ആ ഭാരമായി വരുമ്പോൾ ഒന്ന് ഓർത്തോണം, അതിനൊറ്റ വഴിയുള്ളൂ. ദൈവത്തെ കുറ്റം പറയരുത്. നമ്മൾ സഹതാപതരംഗം ഒന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം 5-ാം വാക്യം, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. കണ്ടോ? ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഭാരമാകുക എന്ന് പറഞ്ഞാൽ ദൈവം പിടിച്ച് അമുക്കുക എന്നല്ല. ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഈ പറഞ്ഞ പ്രതികൂലമായി പ്രാർത്ഥിച്ചിട്ടും ഓദിച്ചിട്ടും ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം, എവിടെയോ ഞാൻ ഏറ്റുപറയാത്ത ഒരു പാപം എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവത്തോടങ്ങ് അറിയിച്ചേക്കണം. അറിയിച്ചപ്പോൾ എന്തു പറ്റി? എൻ്റെ അകൃത്യം മറച്ചതുമില്ല. അടുത്തത് എൻ്റെ അകൃത്യം, ഞാൻ ചെയ്ത അകൃത്യം അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന അകൃത്യം ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല? മറയ്ക്കുന്നില്ല. ഇനി ഞാൻ കവർ ചെയ്യത്തില്ല. ഐ വിൽ അൺകവർ ഇറ്റ്, ഐ വിൽ എക്സ്പോസ് ഇറ്റ്. ബിഫോർ ഹൂം? ദൈവം മുമ്പാകെ. വേറെ ആരോടും പോയി പറയണ്ട, പാസ്റ്ററോടും പറയണ്ട, ആരോടും പറയണ്ട. ദൈവം മുമ്പാകെ പോയി അകൃത്യം അങ്ങ് തുറന്നു പറയുക, പാപം അങ്ങോട്ടങ്ങ് അറിയിച്ചേക്കുക. അപ്പോഴെന്ത് ചെയ്തു? എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദ ഗുഡ്നെസ് ഓഫ് കൺഫെഷൻ ആൻഡ് ഫോർഗീവ്നെസ്. അതായത് ഞാൻ ചെന്ന് ഏറ്റുപറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പാപക്ഷമ, അതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചെങ്കിലേ മനസ്സിലാവും. അത് പ്രസംഗം കേട്ടാലൊന്നും മനസ്സിലാകത്തില്ല, അത് അനുഭവിക്കണം, അല്ലേ? ഞാൻ പാപത്തിൻ്റെ ഇങ്ങനെ ഈ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നടക്കുകയും ഞരങ്ങിക്കൊണ്ട് നടക്കുകയും അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു ദിവസം തീരുമാനിച്ച്, ദൈവമേ ഞാൻ നിന്നോടങ്ങ് അറിയിച്ചേക്കാം. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വേറെ ആരോടും പോയി ഏറ്റു പറയണ്ട, ദൈവത്തോട് നേരെ പോയി അങ്ങ് ഏറ്റു പറഞ്ഞേക്കാം. അങ്ങനെ അങ്ങോട്ട് ഏറ്റു പറഞ്ഞപ്പം 6-7 വാക്യം, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. അത് അടിവരയിട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ. അത് അടിവര ഇടുമ്പോൾ ഓർത്തോണം, പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചവർ മാത്രമേ അത് അടിവരയിടാവൂ. ഇത് ചുമ്മാ നമ്മൾ പെരുവെള്ളം എനിക്ക് നേരെ കവിഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഏറ്റു പറഞ്ഞുകൊണ്ട് കിടക്കുക അല്ല. പാപക്ഷമ പ്രാപിക്കുമ്പോൾ എത്ര പെരുവെള്ളം വന്നാലും പിന്നെ അത് കവിഞ്ഞു വരികയില്ല. അടുത്തത്, നീ എനിക്ക് മറവിടമാകും. യു ആർ മൈ ഹൈഡിങ് പ്ലേസ് എന്നുള്ള ഇംഗ്ലീഷ് കോറസ് മനോഹരമായിട്ട് മുകളിലോട്ട് നോക്കി 2 കൈയും വിരിച്ച് പാടിയിട്ട് കാര്യമില്ല. ഈ പാപക്ഷമ പ്രാപിച്ചവരാണ് അത് പാടേണ്ടത്. അടുത്തത്, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. കേട്ടോ, ഇനി ആർക്കാ ഉറപ്പുള്ളത്?
എൻ്റെ ദൈവം കഷ്ടത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കും. കാര്യം ഞാൻ എൻ്റെ പാപം ദൈവത്തോട് അറിയിച്ചു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചില്ല, അവനോട് ക്ഷമിച്ചു അല്ലേ. ആ ക്ഷമിച്ചു എന്നുള്ള ബോധ്യം വരുമ്പം ഇനി എന്തു വന്നാലും എൻ്റെ കർത്താവാണ് എൻ്റെ ഹൈഡിങ് പ്ലേസ്. ഇനി ഞാൻ എന്നെ കവർ ചെയ്യേണ്ട, കർത്താവ് എന്നെ കവർ ചെയ്യും. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഇതൊക്കെ നല്ല വാഗ്ദത്തങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ആർക്കാണത് അനുഭവമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചവർക്കാണ് ഇത് ആപ്ലിക്കബിൾ. അല്ലാത്ത ചുമ്മാ എല്ലാവരും ബൈബിളിലെ വാക്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഹാവ് യു റിസീവ്ഡ് ഫൊർഗിവ്നെസ് ഫോർ യുവർ സിൻസ്? ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊരു ബ്ലെസ്സിങ് ഉള്ളത് എന്താണെന്നറിയാമോ? 8-9 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. കണ്ടോ, ഐ വിൽ ഇൻസ്ട്രക്ട്, ഐ വിൽ ടീച്ച്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. ഐ വിൽ ബി യുവർ ഗൈഡ്. നോക്കണേ, എന്നെ ദൈവം ഇൻസ്ട്രക്ട് ചെയ്യും, എന്നെ ദൈവം ടീച്ച് ചെയ്യും, എന്നെ ദൈവം ഗൈഡ് ചെയ്യും. ദൈവത്തെ പോലൊരു ഗൈഡുണ്ട്, പിന്നെ എന്ത് വേണം? ഈ PhD എടുക്കുന്നവർക്കറിയാം, നിങ്ങൾക്കൊരു വലിയ ഗമയാണ്. ഇച്ചിരി ഗ്രേഡ് കൂടിയ വല്ല ഗൈഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയും എൻ്റെ ഗൈഡ് ആരാന്നറിയാം? കേരള യൂണിവേഴ്സിറ്റി VC ആണ് എൻ്റെ ഗൈഡ്. ഗമയിലാണ് പറയുന്നത്. കാര്യം എന്താ? ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ് എൻ്റെ ഗൈഡ്. ഞാൻ ചോദിച്ചോട്ടെ, അതിനേക്കാട്ടിലും വലിയ ആളാണ് എൻ്റെ ഗൈഡ്. ആരാ? എൻ്റെ ദൈവം. ഒന്ന് നെഞ്ചി കൈവച്ച് പറഞ്ഞേ, ഗാഡ് ഈസ് മൈ ഗൈഡ്, ഗാഡ് ഈസ് മൈ ഇൻസ്ട്രക്ടർ, ഗാഡ് ഈസ് മൈ ടീച്ചർ. അല്ലേ? നിങ്ങളെ ടീച്ച് ചെയ്യുന്നത് ആരാ? ദൈവം. നിങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആരാ? ദൈവം. നിങ്ങളുടെ ഗൈഡ് ആരാ? ദൈവം. ഈ ഭാഗ്യം ആർക്കേ ഉള്ളൂ? ആർക്കേ ഉള്ളൂ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്ക് പിന്നെ ആരുടെയും പുറകെ പോണ്ട, എൻ്റെ ദൈവമുണ്ട്. ആലോചന അവൻ പറഞ്ഞുതരും, വഴി അവൻ കാണിച്ച്. നമ്മൾ നേരത്തെ കേട്ടല്ലോ, ഗൂഗിളിനെ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ ദൈവത്തെ വിശ്വസിച്ചുകൂടാ? ഇന്ന് നമ്മുടെ പ്രശ്നം ഗൂഗിളിനെയും വിശ്വാസമില്ല, ദൈവത്തെയും വിശ്വാസമില്ല. പക്ഷേ ഗൂഗിളിനെ വിശ്വസിച്ചാൽ ഗൂഗിൾ ചതിക്കും, അറിയാമോ? ഞാനൊരിക്കൽ നിരണത്ത് പോയി, ഒരു ഭയങ്കര വെള്ളപ്പൊക്ക സമയത്ത് അവരെടുത്ത് പോയി ഗൂഗിൾ ഇട്ടിട്ട് പോയി ഒരു പാലത്തിൻ്റെ മണ്ടേ കയറിയപ്പം യു ഹാവ് റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. നോക്കിയപ്പോൾ ചുറ്റും വെള്ളം, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഗൂഗിൾ പറയുന്നത് ഇത് തന്നെ, എത്തി ചാടിക്കോളാം വെള്ളത്തിൽ. അന്ന് ഞാൻ തീരുമാനിച്ചു, ലോകത്തൊരു മനുഷ്യനെയും പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പിനെയും വിശ്വസിക്കരുത്. ഞാൻ പെട്ടുപോയി. കാരണം വേറെ അങ്ങ് റേഞ്ചും കിട്ടുന്നില്ല, എനിക്ക് വിളിക്കാനും പറ്റുന്നില്ല ചിലരുടെ അടുത്ത്. ഇതായിട്ട് ഞാൻ എവിടെ നിൽക്കുക, എവിടെ ഇത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് വരണ്ടിയേ? ഒരു രക്ഷയില്ല. ഞാനൊരു തടിപ്പാലത്തിൽ കയറി നിൽക്കുകയാണ്, ചുറ്റും വെള്ളം, ഗൂഗിൾ പറയുന്നു എത്തിയെന്ന്. അന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഈ ഗൂഗിളിനെയാണോ നമ്മൾ ഇത്രയും വിശ്വസിക്കുന്നതെന്ന്. അല്ലേ? അടുത്തത് 8-9 വാക്യം വായിക്കുമ്പം, അല്ല 9-ാം വാക്യം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകും. അല്ലെങ്കിൽ they will not come near you എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലപ്പോഴെങ്കിലും നമ്മൾ ദൈവത്തെ വിട്ട് ട്രാക്ക് മാറുമ്പം ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മൾ പോയി നശിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ദൈവം പതുക്കെ ഒന്ന് പിടിക്കും. മൂക്കി കയറിട്ടൊന്ന് പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? പറഞ്ഞേ, ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ പട്ടിക്ക് ബെൽറ്റ് ഇട്ട് തൊടൽ വലിയ കൂടിയ സാധനമൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? പക്ഷേ ഒരു കഴുത്തിലൊരു ഇങ്ങനൊരു എന്താണ് പറയുന്നത്, ബെൽറ്റ്, കോളറ്, അതിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നാൽ അതൊന്ന് ആസ്വദിക്കുന്ന എത്ര പേരുണ്ട്? ഒരു കുതിരയെടുത്ത് ചോദിച്ചേ, ഹൗ ആർ യു, ഡു യു എൻജോയ്? ഇങ്ങനെ എന്താ ഇവിടെ ബ്രിഡിൽ, എന്താണ്, മുഖപ്പട്ടയും കടിഞ്ഞാണും. ഈ കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ എൻ്റെ അറ്റം ഇരിക്കുന്ന മറ്റേ പാർട്ടിയുടെ കയ്യിലാണ്. ഏതാ? അയാൾക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഈ പറഞ്ഞ പോലെ ദൈവം ചിലപ്പം നമ്മളെ ഒന്ന് വലിച്ചു പിടിക്കും, ഒന്ന് മുറുക്കി പിടിക്കും, ഒന്ന് ചിലപ്പോൾ ഒന്ന് നോവും. അതെന്തിനാണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലുള്ള കാര്യമല്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ തിരിച്ച് വഴിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി, ആ ട്രാക്ക് എവിടെ മാറിപ്പോയോ അതിൽ നിന്ന് തിരിച്ച് കറക്റ്റ് ട്രാക്കിലാക്കാൻ വേണ്ടി ഒന്ന് നോവിച്ചെന്നിരിക്കും. ഹി മേ അലോ പെയിൻ. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ പെയിൻ, ആ വേദന പോലും എന്തിനാ ദൈവം വേദന തന്നതെന്നറിയാമോ? നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അല്ലേ? ആ കുതിര ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റബേൺ അനിമലാണ്, ഒരു ശാഠ്യമുള്ളൊരു മൃഗമാണ്. അതിനെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഓൺലി ത്രൂ പെയിൻ
ഓർ സിവിയറിറ്റി. ഇച്ചിരി കടുപ്പിച്ച് പിടിച്ചാലേ, ഇച്ചിരി ഒന്ന് കഠിനമായിട്ടൊന്ന് ഒരടി കൊടുത്താലേ അത് വഴിക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവ നിനക്ക് അടങ്ങിത്തരത്തില്ല. ഇതുപോലെ നമ്മളും ദൈവത്തിന് അടങ്ങിക്കൊടുക്കുന്നവരല്ല. ആര്? നമ്മളല്ലേ മോൻ. നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ ആരാണെന്ന് അറിയാമോ? ആ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ചില പെയിൻ, ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതും ഇഷ്ടപ്പെടാത്തതും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിൻ്റെ കാരണം ദൈവം നമ്മോട് കോപിച്ചിട്ടല്ല, ദൈവത്തിൻ്റെ സ്നേഹമാ പ്രിയപ്പെട്ടവരെ. അവിടെയാണ് 10-11 വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല. ദുഷ്ടന് വേദന ഉണ്ടായിക്കോട്ടെ. അടുത്തത്, യഹോവയിൽ ആശ്രയിക്കുന്നവനെ, യഹോവയിലാണ് ഞാൻ ആശ്രയിക്കുന്നതെങ്കിൽ ദയ ചുറ്റിക്കൊള്ളും. ദയ എന്നെ ചുറ്റിക്കൊള്ളും. ദയ എന്നെ ചുറ്റിക്കൊള്ളും. മേഴ്സി വിൽ സറൗണ്ട് മീ. ആലോചിച്ച് നോക്കിയേ, എത്ര പേർക്ക് അത് വിശ്വസിക്കാം? ലോർഡ്, താങ്ക് യു ഫോർ യുവർ മേഴ്സി ദാറ്റ് സറൗണ്ട്സ് മീ. എന്നെ ചുറ്റി പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ദയക്കായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. അടുത്ത വാക്യം, നീതിമാന്മാരെ യഹോവയെ സന്തോഷിച്ച് കണ്ടോ, ആനന്ദിപ്പിൻ. ഞാൻ പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഞാനൊരു നീതിമാനാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. എനിക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച് ആനന്ദിക്കാൻ കഴിയും. അടുത്തത്, ഹൃദയ പരമാർത്ഥകൾ. അടുത്തത്, ഹൃദയ പരമാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റുപറയാത്ത ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പാപമെങ്കിലും ഏറ്റുപറയാത്തതുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് ഹൃദയത്തിൽ പരമാർത്ഥതയുണ്ടെന്ന്? ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഞാൻ ഹൃദയ പരമാർത്ഥതയോടെ പറയുക കേട്ടോ. എവിടെ? ഹൃദയ പരമാർത്ഥതയൊന്നുമില്ല. ഏറ്റുപറയാത്ത ഒരു പാപമെങ്കിലും, ഉപേക്ഷിക്കാത്ത ഒരു പാപമെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നേരില്ല എന്നാണ് സത്യം. പക്ഷേ ഹൃദയ പരമാർത്ഥത ഉണ്ടെങ്കിൽ, അടുത്തത്, ഘോഷിച്ചുല്ലസിപ്പീൻ. എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുക, അല്ലേ? സന്തോഷിച്ചാനന്ദിപ്പീൻ, ഘോഷിച്ചുല്ലസിപ്പീൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? റിമെമ്പർ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ഫൊർഗീവ്നെസ്. പാപക്ഷമയുടെ ആ ഒരു ഭാഗ്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട. റിമെമ്പർ ദ റിഡംഷൻ ഫ്രം ഗിൽറ്റ്. എൻ്റെ കുറ്റബോധത്തിൽ നിന്ന് എനിക്കൊന്നൊരു വിടുതൽ കിട്ടുന്നെങ്കിൽ അതിൻ്റെ ഭാഗ്യാവസ്ഥ. റിമെമ്പർ ദ റിലീസ് ഫ്രം ഹിപ്പോക്രസി ആൻഡ് ദ സ്ട്രെസ് ഓഫ് ഡബിൾ ലിവിങ്. ഈ ഡബിൾ ലിവിങ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇരട്ട മുഖം കാണിച്ച് ജീവിക്കുന്നത് വലിയ സ്ട്രെസ്സാണ്. എപ്പോഴാണ് ആൾ കണ്ടുപിടിക്കുന്നതെന്ന് അറിയത്തില്ല, ഇല്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിച്ചു പോയാൽ ഭയങ്കര നാണക്കേടാണ്, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഇരട്ട മുഖം ഇട്ടുകൊണ്ട് നടക്കുന്ന വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഈ ഇരട്ട മുഖം ഇട്ടിട്ടങ്ങ് ശീലിച്ചു. നമ്മൾ ഈ മാസ്ക് ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കളിപ്പിച്ചു. ദൈവസന്നിധി ചെല്ലുമ്പോഴും മാസ്ക് ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ദൈവം ഇടയുടെ ആ മാസ്ക് അങ്ങ് മാറ്റ്, എനിക്ക് നിന്നെ ഹൃദയം വരെ കാണാം. എന്തിനാണ് ഈ മാസ്ക് ഇട്ട് എൻ്റെ മുമ്പേ വരുന്നത്? നമ്മൾ ചിലപ്പോഴെങ്കിലും മനുഷ്യൻ്റെ മുമ്പിൽ ഇടുന്ന അതേ മാസ്ക് ഇട്ടുകൊണ്ട് ദൈവസന്നിധിയിലും വരാറുണ്ട്. ഇന്ന് ദൈവസന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ ആ മുഖംമൂടിയൊക്കെ വലിച്ചെറിയാം. ലെറ്റ് us be ourselves. നമുക്ക് നമ്മളായിരിക്കാം പ്രിയപ്പെട്ടവരെ. എല്ലാവരും ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത്, കർത്താവേ, ലെറ്റ് മീ റിമെമ്പർ ദ പ്രൊട്ടക്ഷൻ ഗോഡ് ഗിവ്സ് ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തിന് തരുന്ന ആ പ്രൊട്ടക്ഷനായിട്ട് സ്തോത്രം ചെയ്യാം. ഒടുവിൽ റിമെമ്പർ ദ ഗൈഡൻസ് ഗോഡ് ഗിവ്സ് us. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നാളെ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണം, എൻ്റെ ഭാവി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ ഏത് ഡോക്ടറെ കാണിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഗൈഡൻസിന് വേണ്ടി നിങ്ങളിങ്ങനെ വെമ്പുന്നില്ലേ പലപ്പോഴും? നിങ്ങൾക്ക് ആരും ഒരു ഗൈഡൻസും തരാൻ പോകുന്നില്ല. തന്നാലും അത് ശരിയായ ഗൈഡൻസ് ആവണമെന്നില്ല. പക്ഷേ എൻ്റെ ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും, എൻ്റെ ദൈവം നിങ്ങളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, എൻ്റെ ദൈവം നിങ്ങളെ ടീച്ച് ചെയ്യും. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിച്ച് കർത്താവിൽ നിന്നുള്ള നീതീകരണം പ്രാപിച്ചോണം. ഇത്രയും ലളിതമായി ഇതിനപ്പുറം എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാം അവിടെ നിൽക്കട്ടെ. ഇന്ന് ഈ ഉച്ച സമയത്ത് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട് ഒരു നിമിഷം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഏറ്റുപറയാത്ത, ഞാൻ ഇതുവരെയും കർത്താവേ ക്ഷമ പ്രാപിക്കാത്ത എന്തെങ്കിലും ഒരു പാപം എൻ്റെ ജീവിതത്തിലുണ്ടോ? എന്തെങ്കിലും ഒരു അകൃത്യം കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടോ? എവിടെയെങ്കിലും ഒരു ലംഘനം ഞാൻ നടത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ ജീവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ നമ്മോട് വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ.
അങ്ങനെയുള്ളൊരു ഭാഗ്യാവസ്ഥയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഭാഗ്യാവസ്ഥ എനിക്ക് വേണം എന്നുള്ളതുകൊണ്ട് ഏതെങ്കിലും അഭിഷക്തം നിങ്ങളുടെ തലയെ കൈവച്ചുകൊണ്ടും ആരെങ്കിലും ഇമ്പാർട്ടേഷൻ തന്നുകൊണ്ടൊന്നും ഇത് വരാൻ പോകുന്നില്ല. ഏതെങ്കിലും സഭ വിട്ട് വേറൊരു സഭയിലോട്ട് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഇനി നിങ്ങളൊരു 40 ദിവസം അങ്ങ് അടുപ്പിച്ച് ഉപവസിച്ചുകൊണ്ടോ അല്ല. ഏറ്റുപറയേണ്ടുന്ന പാപം ഏറ്റുപറയണം, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക തന്നെ വേണം. കപടത വിട്ടിട്ട് ദൈവസന്നിധിയിൽ തുറന്ന ഹൃദയത്തോടെ വരാൻ കഴിയണം. ഒരിക്കലും നമ്മൾ പാപം ചെയ്തിട്ട് അതിനെ നമ്മൾ തന്നെ മറയ്ക്കരുത്. പകരം ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മറയ്ക്കട്ടെ. ഹല്ലേലൂയ. അപ്പോഴാണ് അതൊരു ഭാഗ്യപദവി എന്ന് പറയുന്നത്. ആ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് ഇന്ന് ഉച്ച സമയത്ത് നമ്മളെല്ലാം വിളിക്കുമ്പോൾ ആ ഭാഗ്യപദവി എനിക്ക് വേണം. ഐ വോണ്ട് ദാറ്റ് ബ്ലെസ്സഡ്നെസ് ലോർഡ്. എനിക്ക് ആ ഭാഗ്യപദവി വേണം എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളും എവിടെ ഇരിക്കുന്നോ ഇരുന്നോട്ട് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ലംഘനം ക്ഷമിച്ച് കിട്ടുന്ന ഭാഗ്യാവസ്ഥ, പാപം മറച്ചു കിട്ടുന്ന ഭാഗ്യാവസ്ഥ, യഹോവ അകൃത്യം കണക്കിടാത്ത ഭാഗ്യാവസ്ഥ, ആത്മാവിൽ കപടതയില്ലാത്ത ഭാഗ്യാവസ്ഥ എന്തെന്ന് ഇന്ന് വ്യക്തമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വേണം കർത്താവേ. അതിൽ കുറഞ്ഞ് ഒന്നും ഞങ്ങൾ തൃപ്തിപ്പെടാതെ കർത്താവേ ആ ഒരു ഭാഗ്യാവസ്ഥയിൽ നിന്ന് നിൽക്കുവാൻ കർത്താവേ, ആ ഭാഗ്യാവസ്ഥയിലേക്ക് നടന്നു കയറുവാൻ ഞങ്ങളെ ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവെ മറഞ്ഞു കിടക്കുന്ന കർത്താവെ, ഞങ്ങളൊരു പക്ഷേ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഏതെങ്കിലും മേഖലകൾ അങ്ങ് ഇഷ്ടപ്പെടാത്തതും കർത്താവെ അങ്ങയുടെ മുമ്പിൽ കർത്താവെ അത് ലംഘനമായി അങ്ങ് കാണുകയും അങ്ങ് പാപമായി പരിഗണിക്കുകയും അങ്ങൊരു അകൃത്യമായി കണക്കിടുകയും ചെയ്യുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുവരെയും പരിഹാരം വരുത്താത്തതായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിച്ച് അതിന്മേൽ കർത്താവെ ഒരു ക്രമീകരണം വരുത്തുവാൻ, അങ്ങയോട് കർത്താവെ അങ്ങയുടെ വിളിച്ചപേക്ഷിക്കുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഏറ്റുപറയുവാൻ കർത്താവെ തൻ്റെ ഇടത്തോടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ അങ്ങയുടെ മുമ്പിൽ വന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപക്ഷമ പ്രാപിപ്പാൻ ദൈവത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാട്ട്, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ എല്ലുകളുടെ ഉരുക്കം, നമ്മുടെ അസ്ഥികളുടെ ഉരുക്കം എല്ലാം മാറി, നമ്മുടെ അസ്ഥികളുടെ ക്ഷയമെല്ലാം മാറി, നമ്മുടെ ഹൃദയത്തിലെ ഞരക്കങ്ങളെല്ലാം മാറി. ഹല്ലേലൂയ. അവസാനം വായിച്ചതുപോലെ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കുവാൻ, സന്തോഷിക്കുവാൻ, ഘോഷിക്കുവാൻ, ഉല്ലസിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഇരിക്കുന്നിടം മറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ വായ് തുറന്നു കിട്ടണമെങ്കിൽ എത്ര നാൾ ഇനിയും നമ്മളിങ്ങനെ മൗനമായിരിക്കും? നമ്മുടെ മൗനം വെടിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പാപക്ഷമ പൂർണ്ണമായി നമുക്ക് ലഭിക്കണം. പാപം ഉള്ളിടത്തോളം കാലം നമ്മൾ വായ് തുറക്കുകയില്ല, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയില്ല, യേശുവിനെ കുറിച്ച് മറ്റാരോടും നമ്മൾ പറയുകയില്ല. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചത്, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നൊക്കെ ദാവീദ് പോലും പ്രാർത്ഥിക്കേണ്ടി വന്നത് അവൻ്റെ ഉള്ളിൽ ആ പാപം മറച്ചു വെച്ചുകൊണ്ടിരുന്നതാണ്. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി പറയുന്നു, മകനെ, മകളെ, നിന്റെ ഉള്ളിൽ നീ കൊണ്ടു കിടക്കുന്നത്, നീ ആരോടും പറയാതെ കൊണ്ടു കിടക്കുന്നത് ദൈവത്തോടങ്ങ് ഏറ്റു പറഞ്ഞങ്ങ് നിരന്നുകൊള്ളുക. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.